أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് മറവി രോഗം മാറിക്കിട്ടാൻ എന്താണ് ചെയ്യുക എന്നുള്ളത്. മറവി രോഗം എന്നുള്ളത് വലിയൊരു പ്രയാസം തന്നെയാണ്. മറവി കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയും, യുവാക്കളിൽ നമുക്ക് കാണാൻ കഴിയും, യുവതികളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വൃദ്ധന്മാരിൽ, വൃദ്ധകളിൽ ഒക്കെ നമുക്ക് മറവി രോഗങ്ങൾ കാണാൻ കഴിയും. മറവി രോഗം മാറാൻ അത് കുട്ടികളിലുള്ളതാണെങ്കിലും ശരി, വലിയ ആളുകളിലുള്ളതാണെങ്കിലും ശരി, എത്ര ചെറുതാണെങ്കിലും ശരി, എത്ര വലുതാണെങ്കിലും ശരി, മറവി രോഗം മാറാനുള്ള ഒരു ആത്മീയമായ പരിഹാര മാർഗം ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. മറവി എന്നുള്ളത് ചിലപ്പോൾ അത് അനുഗ്രഹമായിട്ട് വരും, ചിലപ്പോൾ അത് ഭയങ്കര പ്രയാസവും പരീക്ഷണവും ഇടങ്ങേറുമായിട്ടും വരും. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല ഓർമ്മശക്തിയുള്ള ഒരു പ്രവാചകനായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് മദീനയിലേക്ക് പോയത്. അങ്ങനെ മദീനയിലേക്ക് പോയി തിരിച്ചു വന്ന് രണ്ടാമത് മദീനയിലേക്ക് മുത്തുനബി തങ്ങൾ പോകുന്നത് 53-ാമത്തെ വയസ്സിലാണ്. ഹിജ്റ പോകുമ്പോഴാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കൂടെയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് പറയാണ്, അബൂബക്കറേ, ഇവിടെ നിന്നാണ് ഞാൻ നീന്തൽ പഠിച്ചത്, ഇത് ഇന്നയാളുടെ വീടാണ്, ഇവിടെയാണ് ഞാൻ നാടുമേച്ച് നടന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തുമായിരുന്നു. 45-46 വർഷത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ സ്ഥലവും കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നു എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അതേ ഓർമ്മശക്തി അല്ലാഹു നമുക്ക് നൽകട്ടെ. പല വിഷയങ്ങളിലും ഓർമ്മ നഷ്ടപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ മറക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഉദാഹരണം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം, മക്കൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടമായിരിക്കും മാതാപിതാക്കൾക്ക്. അള്ളാഹു അങ്ങനെയുള്ള പരീക്ഷണത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വലിയ പ്രയാസമാകും. അതുപോലെ നമ്മുടെ ഭാര്യ മരിച്ചാൽ, നമ്മുടെ ഭർത്താക്കന്മാർ മരിച്ചാൽ, നമ്മുടെ കൂടപ്പിറപ്പുകൾ മരിച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറവി നൽകുന്നു എന്നുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിലോ നമ്മുടെ ജീവിതം മുട്ടിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറവിയെ അനുഗ്രഹമായി നമുക്ക് നൽകുന്നൊരു സന്ദർഭമാണത്. അതുപോലെ നമ്മെ ആരെങ്കിലും ആക്രമിച്ചു, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്തു, നമ്മെ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നമ്മെ സങ്കടപ്പെടുത്തി, അത് നമ്മൾ മറന്നു പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവരോട് നമുക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ അവരോട് നമുക്കൊരു പ്രതികാരദാഹമോ ഉണ്ടാകുമ്പോൾ അതും നമുക്ക് തന്നെയാണ് ഇടങ്ങേറ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ മറവി ഒരു അനുഗ്രഹമായിട്ട് വരാറുണ്ട്. എന്നാൽ മറവി ഭയങ്കര ഒരു പരീക്ഷണമായി വരുന്ന ചില സന്ദർഭങ്ങൾ പറയാം. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, മോട്ടറിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി, ടാങ്കിൽ നിറഞ്ഞ വെള്ളം, വൈകുന്നേരമാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്, വൈകുന്നേരം വരെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ അത് വലിയൊരു പരീക്ഷണമല്ലേ. നമ്മൾ അത്യാവശ്യമായൊരു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ ചാവി കാണാനില്ല. റൂമിൽ നോക്കി, ഷെൽഫിൽ നോക്കി, അലമറയിൽ നോക്കി, മേശയിൽ നോക്കി, കട്ടിൻ്റെ അടിയിൽ നോക്കി, ബെഡിൽ നോക്കി, ബെഡിൻ്റെ മുകളിലും താഴെയൊക്കെ നോക്കി, ഒരു രക്ഷയുമില്ല. അവസാനം കിച്ചണിലും പോയി നോക്കി, കാണുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണ് വെച്ചത് എന്ന് ഓർമ്മയില്ല. അവസാനം വണ്ടിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടില്ല, വണ്ടിയിൽ വെച്ചിരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് എടുക്കാൻ നമ്മൾ മറന്നിരിക്കുകയാണ്. തലേ ദിവസം മറവി രോഗത്തിൻ്റെ ഒരു പ്രയാസം നമ്മൾ അവിടെ അനുഭവിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇസ്തിരിട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കാൻ നമ്മൾ മറന്നുപോയാൽ ഉണ്ടാകുന്ന പ്രയാസം. അതുപോലെ ജോലി ചെയ്യുന്ന ആളുകൾ, ഓരോരുത്തർക്കും ഓരോ ജോലിക്കും അതിൻ്റെതായ ഓർമ്മശക്തി വേണം. പല കാര്യങ്ങളും ചിന്തിക്കണം, പല കാര്യങ്ങളും ഓർത്തു വെക്കണം. മറന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ഏത് പണിക്കും നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തി ഉണ്ടാവുക എന്നുള്ളത് മറവി രോഗം ജോലിക്ക് ഭയങ്കരമായ പ്രയാസപ്പെടുത്തും. ഏത് ജോലിയാണെങ്കിലും
എത്ര ചെറിയ ജോലിയാണെങ്കിലും എത്ര വലിയ ജോലിയാണെങ്കിലും കൃത്യമായി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറവി രോഗം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ മറവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ടാകും, സഹോദരിമാരുണ്ടാകും. പലപ്പോഴും പലവരും പ്രശ്നപരിഹാരങ്ങളും ചോദിക്കാറുണ്ട് മറവി രോഗം. അത് ചെറിയ കുട്ടികളുടെ പഠനത്തിൻ്റെ വിഷയത്തിലാകട്ടെ, യുവാക്കൾ യുവതികളുടെ അവർ പരീക്ഷയ്ക്കോ ഇൻ്റർവ്യൂവിനോ പോകുമ്പോഴുള്ള വിഷയമാകട്ടെ, മധ്യവയസ്സിലുള്ള ആളുകൾ ജോലി ചെയ്യുമ്പോൾ ഉള്ള വിഷയമാകട്ടെ, വാർദ്ധക്യത്തിലുള്ള ആളുകൾ വാർദ്ധക്യ സഹജമായ മറവിയാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ആത്മീയ പരിഹാര മാർഗം പറയുകയാണ്. അതിനു മുമ്പ് ഏതാനും ചില മറവി ഉണ്ടാക്കുന്ന നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ച് ചില വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. കക്കൂസിൽ വെച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്യുക മറവി രോഗമുണ്ടാക്കും. അറ്റാച്ച്ഡ് ബാത്റൂമല്ലേ, നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ ഖബർസ്ഥാനിൽ വേസ്റ്റ് കൊണ്ടുപോയിടുക മറവിയുണ്ടാക്കുന്ന വിഷയമാണ്. ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് മറവിയുണ്ടാക്കുന്ന വിഷയമാണ്. വിശദീകരിക്കുന്നില്ല. ഉപ്പ് കൂടുതലായി നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളത് മറവി ഉണ്ടാക്കുന്ന വിഷയമാണ്. ഗുഹ്യം നോക്കുക. നമ്മുടെ സ്വയം ഗുഹ്യമാണെങ്കിലും നമ്മുടെ ഭാര്യയുടെ ഭർത്താക്കന്മാരുടെ ഗുഹ്യമാണെങ്കിലും അമിതമായി നോക്കുക എന്നുള്ളത് ദാരിദ്ര്യമുണ്ടാക്കും. എലി കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുക ദാരിദ്ര്യമുണ്ടാക്കും. പൊട്ടിച്ചിരിക്കുക, ചിരി ഒരിക്കലും അമിതമാകരുത്, ദാരിദ്ര്യമുണ്ടാക്കും. നമ്മൾ ധരിച്ച വസ്ത്രം അതേ വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക. ഭക്ഷണം കഴിച്ച് കഴിയാൽ ചില ആളുകൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, അത് ദാരിദ്ര്യമുണ്ടാക്കുന്ന വിഷയമാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ വെറുതെ ടെൻഷൻ അടിക്കുക ഓവറായിട്ട്. ദുനിയാവിൽ അള്ളാഹു നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം നൽകാത്തതിൻ്റെ പേരിലോ മറ്റോ അമിതമായി ടെൻഷൻ അടിച്ചാൽ ദാരിദ്ര്യം കൂടുകയേ ഉള്ളൂ എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ മുട്ടത്തൊലിയിൽ കോഴിമുട്ടയുടെ തൊലി ഉണ്ടാകുമല്ലോ, അതിലൂടെ ചവിട്ടി നടക്കുക ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇങ്ങനെ തുടങ്ങി കറുത്ത ചെരുപ്പ് ധരിക്കുക ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വിഷയമാണ്. ഒരുപാട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതാനും ചിലത് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു ചിന്തിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഓർമ്മപ്പെടുത്തലുകളാണ്. നമുക്കൊക്കെ അറിയാവുന്ന ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ടാകും. അതിലേക്കുള്ള ഓർമ്മപ്പെടുത്തലുകളായിട്ട് ഒരു 10 പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് മറവി രോഗം ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ മറവി രോഗമുള്ള ആളുകൾക്ക് അത് മാറിക്കിട്ടാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു അമൽ നമ്മൾ പഠിക്കുകയാണ്. നല്ല പൊട്ടുന്ന വെള്ള കളറുള്ള ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിൽ തേനുകൊണ്ട് 21 പ്രാവശ്യം ബാ എന്ന് എഴുതുക. തേനിൽ എന്തെങ്കിലും മുക്കിയിട്ട് ഈർക്കിളിയോ മറ്റോ മുക്കിയിട്ട് പ്ലേറ്റിൽ ബാ 21 പ്രാവശ്യം വെള്ള പ്ലേറ്റിൽ നമ്മൾ എഴുതുക. ബാ എന്നുള്ളത് അത്ഭുതമാണ്. ബാ എന്നുള്ളതിൻ്റെ അർത്ഥം കൊണ്ട് എന്നാണ്. കൊണ്ട്, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, ബിസ്മി കൊണ്ട്, ബിൽ ഖുർആനി ഖുർആൻ കൊണ്ട്, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്. ഖുർആനിൽ അള്ളാഹു എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ബിസ്മിയുടെ തുടക്കം ബാഉ കൊണ്ടാണ്. ഖുർആൻ തുടങ്ങുന്നത് ബാഉ കൊണ്ടാണ്. ബാ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഇന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. വെള്ള പ്ലേറ്റിൽ തേനിൽ ഈർക്കിളി മുക്കിയിട്ട് നമ്മൾ ബാ എന്ന ഹർഫിന് 21 പ്രാവശ്യം എഴുതിയിട്ട് ആ പാത്രം ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് തുടച്ച് നമ്മൾ കുടിക്കുക. 41 ദിവസം തുടർച്ചയായി വെറും വയറ്റിൽ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറവി രോഗത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറവി രോഗമുള്ള ആളുകൾ ഇത് ചെയ്തു നോക്കുക. നല്ല ഈമാനോടെ റിസൾട്ട് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. മറവി രോഗമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറവി രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ഖുവത്തുൽ ഹിഫ്ള്, ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.